കൂട്ടുനിൽക്കില്ല. നിലപാടിൽ ജർമ്മനിയോട് പ്രതികാരം ചെയ്ത് അമേരിക്ക. ഇറാനുമായുള്ള യുദ്ധത്തെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും തമ്മിലുള്ള വാക്തർക്കത്തിനൊടുവിൽ ജർമ്മനിയിൽ നിന്നും 5000 സൈനികരെ ഒഴിവാക്കാനൊരുങ്ങി US പ്രതിരോധ വകുപ്പ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ നിലപാടിനെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ജർമ്മനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലെ കണക്കനുസരിച്ച് 36,000-ലധികം US സൈനികരാണ് ജർമ്മനിയിലുള്ളത്. രാജ്യത്തുടനീളമുള്ള വിവിധ താവളങ്ങളിൽ ഇവരെ വിന്യസിച്ചിരിക്കുകയാണ്. ഇവരിൽ 5000 പേരെ തിരികെ വിളിക്കാനാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഉത്തരവിട്ടതെന്ന് പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ പ്രസ്താവനയിൽ പറഞ്ഞു. അടുത്ത 6 മുതൽ 12 മാസം വരെയുള്ള സൈനികരെ സാധ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ യുദ്ധം തങ്ങളെ സഹായിക്കാൻ തയ്യാറാകാത്ത ഫെഡറേഷൻ യൂണിയനെതിരെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വേണ്ടത്ര പിന്തുണ തയ്യാറാക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സൈന്യത്തെ കാണിക്കുമെന്ന മുന്നറിയിപ്പും നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്ന വിവരം. ഇറാൻ യുദ്ധത്തിൽ നിന്നും പുറത്തുകടക്കാൻ US-നും കൃത്യമായ പദ്ധതികളൊന്നുമില്ലെന്ന് ഫ്രെഡറിക് മേഴ്സ് നേരത്തെ വിമർശിച്ചിരുന്നു. ഇതിന് രൂക്ഷഭാഷയിൽ ട്രംപ് മറുപടി നൽകി. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും കൂടുതൽ പരിശ്രമിക്കാനും ട്രംപ് ജർമ്മനിയോട് ആവശ്യപ്പെട്ടു. കൂടാതെ യൂറോപ്പിലെ സൈനിക സാന്നിധ്യം അവലോകനം ചെയ്ത ശേഷമാണ് ഈ നീക്കമെന്ന് പെന്റഗൺ വക്താവ് ഷോൺ പാർനെൽ പറഞ്ഞു. AP ഉദ്ധരിച്ച പോലെ യൂറോപ്പിലെ ഡിപ്പാർട്ട്മെന്റിന്റെ സേനാനിലത്തെ സമഗ്രമായ അവലോകനത്തെ തുടർന്നാണ് ഈ തീരുമാനം. കൂടാതെ തിയേറ്റർ ആവശ്യകതകളും നിലത്തെ സാഹചര്യങ്ങളും അംഗീകരിച്ചാണ് ഇതെന്നും പെന്റഗൺ വക്താവ് ഷോൺ പറഞ്ഞു. വാഷിംഗ്ടണിനെ ഇറാൻ അപമാനിക്കുന്നുവെന്ന് പറയുകയും സംഘർഷത്തിൽ അതിന്റെ തന്ത്രത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത മേഴ്സിന്റെ പരസ്യ വിമർശനത്തെ തുടർന്നാണ് പ്രഖ്യാപനം. യൂറോപ്പിലെ US സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ ട്രംപ് വർഷങ്ങളായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയും സുരക്ഷാ ശ്രമങ്ങൾക്ക് വേണ്ടത്ര സംഭാവന നൽകുന്നില്ലെന്ന് നാറ്റോ സഖ്യകക്ഷികളെ വിമർശിക്കുകയും ചെയ്തു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ജർമ്മനിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനുള്ള സാധ്യത അദ്ദേഹം ഉന്നയിച്ചു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ജർമ്മൻ നേതൃത്വത്തിനെതിരായ തന്റെ വിമർശനം ആവർത്തിച്ചു. സ്വന്തം നാടിനടുത്തുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബെർലിനെ പ്രേരിപ്പിച്ചു. യൂറോപ്പിലും അതിനപ്പുറത്തുമുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രധാന കമാൻഡ് ആസ്ഥാനങ്ങളും വ്യോമതാവളങ്ങളും ഉൾപ്പെടെ പ്രധാന US സൈനിക സൗകര്യങ്ങൾ ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിലെ US സേന പ്രധാനമായും ജർമ്മനിയുടെ നേരിട്ടുള്ള പ്രതിരോധത്തിനു പകരം ആഗോളതലത്തിൽ അമേരിക്കൻ ശക്തിയുടെ പ്രൊജക്ഷൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ തന്ത്രപരമായ താൽപര്യങ്ങൾ സേവിക്കുന്നുവെന്ന് സുരക്ഷാ വിശകലന വിദഗ്ധർ നിക്കോലാങ് നേരത്തെ AP-യോട് പറഞ്ഞിരുന്നു. യൂറോപ്പിലെ അമേരിക്കൻ സൈനിക പിന്തുണ കുറയ്ക്കുന്നതിനുള്ള സാധ്യതയ്ക്കായി നാറ്റോയിലെ US സഖ്യകക്ഷികൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ നീക്കം. 2022-ൽ റഷ്യയുടെ ഉക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനു ശേഷം വിന്യസിക്കപ്പെട്ട സൈനികർ ഉൾപ്പെടെ 80,000 മുതൽ 100,000 വരെ US ഉദ്യോഗസ്ഥരെ ഭൂഖണ്ഡത്തിൽ ഉടനീളം സാധാരണയായി വിന്യസിക്കാറുണ്ട്. വാഷിംഗ്ടൺ തങ്ങളുടെ സൈനിക പ്രതിബദ്ധതകൾ പുനഃപരിശോധിക്കുന്നതിനാൽ ഈ സേനകളിൽ ചിലത് പിൻവലിക്കപ്പെടുമെന്നും യൂറോപ്യൻ സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.